അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു മഗ്ഫിറത്തുൻ. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി അമ്മാ ബഅദ്. മഹല്ലി മൂന്നാം വാള്യം 43-ാം പേജ്. വലഹു ബാഴദാറൻ, ഒരുത്തൻ ഒരു വീടിനെ വിറ്റു. വലഹു എത്തരത്തില്ല, വീട് വിറ്റതായിരിക്കുന്ന ആൾക്കുണ്ട് ശരിക്കും ഒരു കൂട്ടുകാരുണ്ട്, പാർട്ട്ണറുണ്ട്. ഈ മരിഹ ആ വീട്ടിലേക്ക് നടക്കുന്ന സ്ഥലത്ത് എങ്ങനെയുള്ളതായിരിക്കുന്ന മമറാണ് അത്താബീലഹ, ആ വീടിനോട് താബിയായ വീട്ടിലേക്കുള്ള വഴി, അതിൽ വേറെ ആ കൂടി കൂറുണ്ട്. അങ്ങനെയാണ് വഴിയിൽ വേറെ ഒക്കെ കൂറുണ്ടായാൽ ബിയൻകാന, ഈ മമർ ഈ നടക്കുന്ന വഴിയാകലുകൊണ്ട് ബിദാരിൻ, ഒരു നടക്കുന്ന സ്ഥലമാകലുകൊണ്ട് ബിദർബിൻ, ഒരു വഴിയിലാതെ. അങ്ങനത്തെ വഴിയാണ് ഹൈരിനാഫിദിൻ, അത് മറ്റൊന്നിലേക്ക് ചേരുന്നില്ല, മറ്റൊരു വഴിയിലേക്ക് ചേരുന്നില്ല. ചില പോക്കറ്റ് റോഡൊക്കെ കണ്ടിട്ടില്ലേ, ഇവിടുന്ന് അങ്ങോട്ട് റോഡിനാണ്ട് പുറപ്പെട്ടാൽ പിന്നെ തിരിച്ച് ഇങ്ങോട്ട് തന്നെ വരിക എന്നല്ലാതെ അതിൽ നിന്ന് വേറെ അങ്ങോട്ട് പോകാൻ കഴിയില്ല. അങ്ങനത്തെ സ്ഥലങ്ങളാണ് ശരിക്കുണ്ടാകുക. അപ്പോൾ ആ വീടിൻ്റെ ആ വഴിൻ്റെ അപ്പുറം ഇപ്പുറമുള്ള വീട്ടുകാർക്കൊക്കെ അതിൽ ശുർക്കത്തുണ്ടാവും. അങ്ങനെയുള്ളതായിരിക്കുന്ന ഒരു വീടിനടുത്തും വിറ്റാൽ ഫലാ ശുഫത്ത് ലഹു, എന്നാൽ ഈ മമറിൽ ശുർക്കത്തുള്ളതായിരിക്കുന്ന ശരീക്കിനിക്ക് ശുഫത്ത് അധികാരമില്ല. ഈഹ, ആ വീടിൻ്റെ വിഷയത്തിൽ ശുഫത്ത് അധികാരമില്ല. ലിന്തിഫായി ശുർക്കത്തില്ല, കാരണം വീട്ടിൽ ശുർക്കത്തില്ല. ശുർക്കത്തുള്ള സാധനത്തിന് ഒരു ശരീക്ക് മറ്റേ ശരീക്കിനെ അറിയിക്കാതെ മൂന്നാമത്തിന് വെക്കുമ്പോഴല്ലേ പിന്നെ ശുഫത്ത് ഉണ്ടാകുക. ഇവിടെ വീട് എൻ്റെ വിറ്റോൻ്റെ ഒറ്റക്കാണ്, പക്ഷേ വീട്ടിലേക്കുള്ള വഴിയിലാണ് രണ്ടാം കൂടി കൂറുള്ളത്. വഴിയിൽ കൂറുണ്ടെന്നുള്ള കാര്യം കൊണ്ട് ആ വീട്ടിൽ ശുഫത്തില്ല. അപ്പം വീട് ഈ മമറിൽ ശരീക്കല്ലാത്ത വേറൊരാൾക്ക് വിറ്റാൽ ആ ആളേക്കൊന്ന് ഈ മമർ ശരീക്കിന് പിടിക്കാൻ പറ്റില്ല എന്നർത്ഥം. വസ്വഹിഹു, എന്നാൽ പ്രബലമായ അഭിപ്രായമാകുന്നത് സുബൂത്തുഹ, ശുഫത്ത് അധികാരം സ്ഥിരപ്പെടുമെന്നാണ്. ഇതിൽ മമരി, ഒരു നടക്കുന്ന സ്ഥലത്തിൽ ഇൻകാനിൽ മുസ്തരി, എപ്പോഴാണ് ഈ മമറിൽ ശുഫത്ത് സ്ഥിരപ്പെടുക? ഇൻകാനിൽ മുസ്തരി, ഈ വീട് വാങ്ങിയവനിക്കുണ്ടെങ്കിൽ ശരീക്കുന്നാഹറു, വേറെ വഴിയുണ്ടെങ്കിൽ ഇലദ്ദാരി, ആ മുസ്തരി ഇപ്പം വാങ്ങിയ വീട്ടിലേക്ക് വേറെ വഴിയുണ്ട്, എന്നാൽ അവിടെ ശുഫത്ത് ഈ മമറിൽ സ്ഥിരപ്പെടുന്നുണ്ട്. അത് നമുക്കന്നെ ഫത്തു ബാബില്ലഹ, അല്ലെങ്കിൽ ഈ വാങ്ങിയ വീടിലേക്ക് ഒരു വാതിൽ തുറക്കാൻ സൗകര്യമുണ്ട്. ഇരാശാരിൻ, വേറൊരു വഴിയിലേക്ക്, ഈ ശിർക്കത്തുള്ള വഴിയല്ലാത്ത വേറെ വഴിയിലേക്കും വാതിൽ ചുമര് തുളച്ചിട്ടാട്ടൊരു വാതിലുണ്ടാക്കിയാലാണ്ട് കിടക്കാമല്ലോ. അങ്ങനെയൊക്കെ സൗകര്യം ഉണ്ടെങ്കിൽ മമറിൽ ശുഫത്ത് ഉണ്ട് എന്നാണ് അസുഹി. നേരത്തെ നമ്മൾ വീടിൻ്റെ വിഷയത്തിലാണ് ശുഫത്തില്ല എന്ന് പറഞ്ഞത്, എന്നാൽ മമറിലുണ്ട് എന്നാണ് സഹി, ഈ ഷർത്തുണ്ടെങ്കിൽ. അപ്പോൾ ഇല്ല, സുഹീൻ്റെ വാക്യാണ്. അങ്ങനെ അല്ലെങ്കിൽ പറഞ്ഞാൽ ഐ വൈലം യുംകിൻ, ഈ വീട് വാങ്ങിയവനക്ക് സൗകര്യമായില്ലെങ്കിൽ ഫത്തുഹു ബാബിൻ, മറ്റേ വഴിയിലേക്ക് വാതിൽ തുറക്കാനുള്ള സൗകര്യമല്ല. ഫലാ തരീക്ക, വേറെ വഴിയുമില്ല, ഈ മമറല്ലാതല്ല എന്ന് കണ്ടാൽ ഫലാ തസ്ബുത്ത് ഫിഹി, ആ മമറിൽ ഈ ശരീക്കിലേക്ക് ശുഫത്ത് സ്ഥിരപ്പെടില്ല എന്നാണ്. എന്താ സ്ഥിരപ്പെടില്ല കാരണം? ഹദമിൻ ഇറാറിബിൽ മുസ്തരി, അവിടെ മുസ്തരി അടങ്ങാറാക്കലുണ്ട്. ഓന് പിന്നെ പോകാൻ വഴിയില്ലാണ്ടാവില്ലേ, ഓന് ഹെലികോപ്റ്ററിലേറ്റും വന്ന് ഇറങ്ങേണ്ടി വരും വീട്ടിലേക്ക്. ബസാനി, എന്നാൽ സ്വഹീൻ്റെ മുക്കാബിലയാകുന്നത് തസ്ബുത്തു, അല്ല ശുഫത്ത് സ്ഥിരപ്പെടുമെന്നാണ് ഫിഹി, ഈ മമറിൽ. നടക്കല മറ്റവർക്ക് അവിടെ നടക്കാൻ കഴിയുന്നില്ല, വേറെ വഴിയൊന്നുമില്ല, എന്നാലും സ്ഥിരപ്പെടുന്നതാണ്. അപ്പോൾ പിന്നെ വാങ്ങിയവൻ കുടുങ്ങല്ലോ എന്ന് അതിന് പറയാം. വൽ മുസ്തരി, വാങ്ങിയവനാകുന്നു വൽ മുദീർ ബി നഫ്സിഹി, ആ മുസ്തരി ഓൻ തന്നെയല്ലേ ഓൻ്റെ നഫ്സിനെ അടങ്ങാറാക്കിയത്. ബിഷറായി, ആ മുസ്തരി വാങ്ങിയ കാരണം കൊണ്ട് ഹാദി ദാറ, അങ്ങനത്തെ വീട് ഓനത്തിന് വാങ്ങാൻ നിന്ന്. വീട് വാങ്ങുമ്പോൾ വീട്ടിലേക്കുള്ള വഴിയൊക്കെ ശരിയുണ്ടോ എന്നൊക്കെ ഉറപ്പ് വരുത്തിയിട്ട് വാങ്ങിയാൽ മതിയായിരുന്നല്ലോ. അതൊന്നും ഇല്ലാതെ ഓനത്തിന് വാങ്ങിയോണ്ട് ഓൻ തന്നെയാണ് ഓനെ ബുദ്ധിമുട്ടാക്കിയത്. അത് ഈ ശരീക്കിനേലും ഇതില്ല, ഓനിക്ക് പിടിക്കാൻ നടക്കും. ബസ്സാലിസു, എന്നാൽ സഹീൻ്റെ മുക്കാബിലാകുന്ന മൂന്നാമത്തെ വജ്ഹ്, ഇഷരീക്ക്, മമറിലെ ഷരീക്കിനൊക്കെയുണ്ട് അൽ അഖ്ദു ബി ശുഫത്തി, ആ മമറിൻ്റെ ശുഫത്ത് കൊണ്ട് പിടിക്കലുണ്ട്. എപ്പോഴുണ്ട്? ഈ മക്കന, ആ ഷരീക്ക് സൗകര്യം ചെയ്തു കൊടുത്താൽ അൽ മുസ്തരിയ, ഈ വീട് വാങ്ങിയതായിരിക്കുന്ന ആൾക്ക് സൗകര്യം ചെയ്തു കൊടുത്തു. എന്തിനൊക്കെ സൗകര്യം ചെയ്തു? മിനൽ മുറുയി, നടക്കാനുള്ള, പിടിച്ച് പക്ഷേ നടന്നോ അതിനുള്ള സൗകര്യം ചെയ്തു കൊടുത്തു എങ്കിലുണ്ട് എന്ന് സാരിസേർ പറയാൻ. കാരണം എന്താ? ജമ്മൻ, ഒരുമിച്ച് കൂട്ടീന് വേണ്ടി ബൈനൽ ഹക്കൈനി, രണ്ടാളെ ഹക്ക്. ഒന്ന് ശരീക്കിൻ്റെ ഹക്കാണ് ശുഭത്ത് കൊണ്ട് പിടിക്കുക എന്നുള്ളത്, അതുകൊണ്ട് അവനക്ക് ശുഭത്ത് കൊണ്ട് പിടിക്കലുണ്ട്. പിന്നൊന്ന് മുസ്തിരിൻ്റെ ഹക്കാണ്, അപ്പോൾ അവൻ്റെ വീട്ടിലേക്ക് പോകാനുള്ളത്, അപ്പോൾ അതിന് വഴി സൗകര്യം ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. വാൽഹക്ക ഷെയ്ഖ് അബൂ മുഹമ്മദിൻ, എന്നാൽ ഷെയ്ഖ് അബൂ മുഹമ്മദ് എന്നിവർ ചേർത്ത് കിയാസാക്കി ബി അദമിൽ ഇംകാനി, മുസ്തിരിക്ക് വേറെ വാതിൽ
വേറെ വഴിയിലേക്ക് തുറക്കൽ സൗകര്യമില്ല എന്നതിനോട്, അങ്ങനെ സൗകര്യമില്ലെങ്കിൽ മമറിൽ ശുഭത്തില്ല എന്ന് പറഞ്ഞല്ലോ, ആ സൗകര്യമില്ല എന്നതിനോട് കിയാസാക്കി. വിഷയത്തിൽ കിയാസാക്കി? ഫിൽ ഖിലാഫിന് സഹി പ്രകാരം ഷുഫത്തില്ല എന്നും ഷെയ്ൻ്റെ ഥാനി പ്രകാരം ഷുഫത്ത് ഉണ്ട് എന്നും സാലിസ് പ്രകാരം സൗകര്യം പെടുത്തിയാണ്ട് എന്നൊക്കെ പറഞ്ഞില്ല. ആ ഖിലാഫിൻ്റെ വിഷയത്തിൽ കിയാസാക്കി. മാ ഇദാക്കാൻ ഫിത്തിഹാദിൽ മമരി, മുസ്തരി വഴി ഉണ്ടാക്കുന്നതിലുണ്ടാകുന്ന ഒന്ന്. എങ്ങനത്തെ മമർ അൽ ഹാദിസ് അയക്കുന്ന പുതിയൊരു വഴി ഉണ്ടാക്കുന്നതിൽ, നിലവിലുള്ള വഴി ഇപ്പോൾ ശരിക്ക് പിടിച്ചല്ലോ, ഈ വേറെ വഴി ഉണ്ടാക്കുന്നതിൽ മുസ്തരിക്ക് ഉണ്ടാകുക എന്തുണ്ടാകുക? ഉസ്റുൻ, പ്രയാസം ഉണ്ടാകുക. മൂനത്തിന് അല്ലെങ്കിൽ ചിലവുണ്ടാകുക. എങ്ങനത്തെ ചിലവാണ്? ലഹാ വഖൂൻ, ആ ചിലവിനൊരു സ്ഥാനമുണ്ട്, എന്തെങ്കിലും നക്കാപ്പിച്ച മാത്രമല്ല നല്ലൊരു സംഖ്യ ചിലവാകുന്നുണ്ട്. അങ്ങനെയൊക്കെ വന്നിട്ടാണെങ്കിൽ അതും സൗകര്യമില്ലാത്ത സ്ഥാനത്താണ്. അപ്പോൾ സഹി പ്രകാരം അങ്ങനെ സൗകര്യമുണ്ട്, പക്ഷേ അതിൽ ഭയങ്കര പ്രയാസമുണ്ട്, അതല്ലെങ്കിൽ നല്ല ചിലവ് വരുന്നുണ്ട്, അങ്ങനത്തെ അടുത്തും സഹി പ്രകാരം ഷുഫത്ത് കൊണ്ട് പിടിക്കാൻ പറ്റില്ല എന്ന് വരും. അപ്പോൾ യൂഹദ് മിൻ ദാലിക്ക, അപ്പോൾ യൂഹദ് പിടിക്കപ്പെടും മിൻ ദാലിക്ക, അങ്ങനെ ഷെയ്ഖ് അബൂമോന്നൊരു ചേർത്തിയല്ലോ. അതായത് ഇംഖാനില്ലാത്ത അവസ്ഥ തന്നെയാണ്. ഇംഖാനുണ്ട്, പക്ഷേ അതിൽ പ്രയാസം ഉണ്ടാവുകയോ വലിയ ഭാരിച്ച് ചിലവ് വരികയോ ചെയ്താൽ അവിടെ ഖിലാഫ് ഉണ്ടാവും എന്ന് ചേർത്തിയിൽ നിന്ന് പിടിക്കപ്പെടും. ബജ്ഹുൻ, ഒരു അഭിപ്രായത്തിന് പിടിക്കപ്പെടും. അതിൻ്റെ സുബൂത്തി, ഷുഫത്ത് സ്ഥിരപ്പെടൂല എന്നുകൊണ്ട്. എവിടെ സ്ഥിരപ്പെടൂല? ഫിഷിഖിൽ അവരി, ഒന്നാമത്തെ ഭാഗത്തിൽ. അതായത് സുഹീനിക്ക് 2 ഷിക്ക് പറഞ്ഞല്ലോ. വസ്യു സുബൂത്ത് അബിൽ ഉമരി ഇൻകാനിൽ മുസ്തരി തെരീക്കുന്ന ആഹ്റുദാരി ഔ അംകന ഫത്തൂബാബി, ഇതാണ് 1-ാം ഷിക്ക്. അത് ഈ വീട് വാങ്ങിയായിരിക്കുന്ന ആൾക്ക് വാങ്ങിയ വീട്ടിലേക്ക് പോകാൻ വേറെ വഴി ഉണ്ടാവുകയോ അതല്ലെങ്കിൽ വേറെ വഴിയിലേക്ക് ഒരു വാതിൽ തുറക്കാൻ സൗകര്യം ഉണ്ടാവുകയോ ചെയ്തിടത്തിൽ, അതാണ് 1-ാം ഷിക്ക്. 2-ാം ഷിക്കാണ് വയില്ല എന്ന് മുതൽക്ക് പറയുന്നത്, വയില്ല ഫല എന്നുള്ളത്. അതിൽ ആ 1-ാം ഷിക്കിൻ്റെ അകത്ത് പിന്നെ ഒരു വജീനെ പിടിക്കപ്പെടും. ബഹുവായ പിടിക്കപ്പെടുന്ന വജീഹാകുന്നത്, അതായത് പിന്നെ സ്ഥിരപ്പെടില്ല എന്നൊരു വജി പിടിക്കും. ആ സ്ഥിരപ്പെടില്ല എന്നുള്ള വജീഹാകുന്ന മുക്കാബിൽ സഹീഫി, അതാണ് ഷിക്കവൻ്റെ അകത്തുള്ള സഹീൻ്റെ മുക്കാബിൽ. സഹീൽ പ്രകാരമാണല്ലോ അവനക്ക് ഷുഫത്ത് ഉണ്ടാവില്ല എന്ന് പറഞ്ഞത്, അല്ല ഷുഫത്ത് ഉണ്ടാവും എന്ന് പറഞ്ഞത്. എങ്ങനെയുള്ളതായിരിക്കുന്ന സഹിയാണ് അൽ മുഅബ്ബരി ബിഹി, ആ സഹി കൊണ്ട് ഇബാറത്തിനപ്പെട്ടു. ഫി അസ്ലി റൗദി, അസ്ലി റൗദയിൽ സഹി എന്നാണ് ഇബാറത്തിനപ്പെട്ടത്. അയില ഇവിടെ മിൻഹാജിൽ സഹി എന്നാണ് ഇബാറത്തിട്ടത് എന്ന മാതിരി. അപ്പോൾ ഉജ്ജിഹ, അപ്പം അങ്ങനെ പിന്നെ ഒരു ഷുഫത്ത് സ്ഥിരപ്പെടൂല എന്ന വജീനിക്ക് ന്യായം പറയപ്പെട്ടു. എന്താ ന്യായം? ബി അന്നഫി സുബൂത്തി, അങ്ങനെ ഈ മമറിൽ ഷുഫത്ത് സ്ഥിരപ്പെടുന്നതിലുണ്ട് ലററലിൽ മുസ്തരി, അത് മുസ്തരിക്ക് ആക്കലുണ്ട്. ഓന് കണ്ടമാനം പൈസ ചിലവാക്കേണ്ടിയൊക്കെ വരുമല്ലോ എന്ന്. വസ്സുഹി എന്ന സുഹിയാർ അല്ല, പിന്നെ ഇങ്ങനെ ഒന്നുകിൽ വേറെ വഴി ഉണ്ടാവുകയോ അതില്ലെങ്കിൽ ഒക്കെ പിന്നെ വേറെ വാതിൽ തുറക്കാൻ കഴിയുക ചെയ്തിക്കാൻ ഉണ്ടാവുമെന്ന് പറഞ്ഞ സുഹിയാർ യക്കൂലി ന്യായം പറയും. എന്തെന്ന്? എന്തഫി, ആ ലറർ ഇല്ലാതാകുമല്ലോ, മുസ്തരിക്കങ്ങൾ ഉണ്ടാവുമെന്ന് പറഞ്ഞാൽ ലറർ ഇല്ലാതാകുമല്ലോ. ബിമാ ചുരുത്താൻ നേരത്തെ പറഞ്ഞത് ശ്രദ്ധാക്കപ്പെടലുകൊണ്ട്. അതെന്താ ശ്രദ്ധാക്കിയത്? ഇൻകാന ലിൽ മുസ്തരി തെരീക്കുൻ ആഹ്റു ഇരദ്ദാരി ഔ അംകന ഫത്തൂബാബിൻ, അങ്ങനെ ആ ഷർത്ത് പ്രകാരം ബുദ്ധിമുട്ടില്ലല്ലോ. പൈസു കീലബി സുബൂത്തി, ഏതായാലും അങ്ങനെ മമറുൽ ഷുഫത്ത് സ്ഥിരപ്പെടുമെന്ന് പറയപ്പെട്ടിടത്തിൽ ഫയൂത്തബറു, പരിഗണിക്കപ്പെടും കൗനുൽ മമരി, ആ മമർ, ആ വഴിയാകലിന് കാബിലുള്ള കിസ്മത്തിനെ സ്വീകരിക്കുന്നതാകണം. പറ്റേ ഇടുങ്ങിയ വഴിയാകരുത്, അത് ഊരി വെച്ചാലും 2 കൂട്ടർക്കും നടക്കാൻ മാത്രം ഒരു വീതിയൊക്കെ വേണം. അല്ല സൊയ്സാബിക്ക്, സാബിക്കായ സൊയ്ച്ചാൽ കഴിഞ്ഞ 43-ാമത്തെ പേജ് പറഞ്ഞല്ലോ. കുല്ലുമാലു കുസ്മ ബത്തലത്ത് മംഫയത്തുൽ മഖ്സൂദി കഹമ്മാമിൻ ബർഹൻലാ ഷുഫത്ത് വീവിൽ അസൈ എന്ന് പറഞ്ഞു. അപ്പോൾ ആ അസു പ്രകാരം അങ്ങനത്തെ ഒരു വീതിയുള്ള മമറാകണം. അപ്പോൾ പിന്നെ നേരത്തെ ഒരു ഇത് പറഞ്ഞിരുന്നു, ബിയങ്കാന ബി ദറബിൻ ഗൈരി നാഫിദിൻ, അതൊരു വഴിയിലാകുക, വഴി വേറെ സ്ഥലത്തേക്ക് കൂടുന്നില്ല, അതാണ് ആ വഴി തീർന്നാൽ പിന്നെ ഇങ്ങോട്ട് തിരിച്ചു വരണം, അങ്ങനത്തേതാകുക. അതിൻ്റെ മുഹത്തറിസ് പറയാൻ അമ്മദ് റബ് എന്നാൽ ഒരു വഴിയാവുന്ന അങ്ങനത്തെ വഴിയാണ് നാഫിദു, അത് നാഫിദാവും, ചെയ്യിലങ്ങോട്ട് കടന്നാൽ വേറെ റൂട്ടിലേക്ക് അങ്ങ് പോകും. അത് അങ്ങനത്തെ വഴിയാവുന്നത് ഇപ്പോൾ ഹൈറു മംലൂക്കിൻ, അതാരുടെയും മിൽക്കാക്കപ്പെടാത്തതാണ്, പൊതുസ്വത്താണത്. ഫലാശുഭത്ത് മമരിദാരി മുബിയത്തി മിൻഹു ഫലാശുഭത്ത്, അപ്പോൾ പിന്നെ ഷുഫത്തും ഉണ്ടാവില്ല. ഈ മമരിദാരി ഒരു വീടിൻ്റെ മമറിൽ എങ്ങനത്തെ ദാറാണ്? അൽ മബിയത്തി മിൻഹു, അൽ മബിയത്തി വിൽക്കപ്പെട്ടതായ വീട്, മിൻഹു ആ വീട് തന്നെ ഈ പറഞ്ഞ നാഫിദായ വഴിയിൽ, ആ
അപ്പുറത്ത് പാസ്സാകുന്നുണ്ട്, അങ്ങനെയുള്ളതായിരിക്കുന്ന വയലുള്ളതായിരിക്കുന്ന വീട്ടിൽ മമറിൽ ശുഭത്തിലാക്കത്തിന് അവിടെ തർക്കമില്ല. സഹി പ്രകാരവും അതിൻ്റെ മുക്കാൽ പ്രകാരവും ഒന്നുമില്ല എന്നർത്ഥം. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം.